يوافي نعمه يقافي مزيدا. اللهم لك الحمد ولك الشكر والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس اتقوا الله عباد الله. വേദിക്കലുള്ളി നന്ദാവറ മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളിരെ ആಡಳಿತ കമ്മിറ്റിരെ ಅಧ್ಯಕ್ಷರೇ, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ, ಎಲ್ಲ ಆಡಳಿತ ಮಂಡಳಿರೆ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഗണ്യ അതിഥിമാരെ, സദസ്സിലുള്ളതായ സഹോദരന്മാരെ, സഹോദരിമാരെ, ಹಿರಿಯങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ സത്കർമ്മത്തിനെ സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിനെ പടച്ച റബ്ബ് കബൂലാക്കട്ടെ. സുബഹിക്ക് ഒലിമ്പര ഗಂಟരെ പിടിച്ചിട്ട് ഇത്രത്തോളം നീണ്ടു നിന്നതായ സുദീർഘമായിട്ടുള്ളതായ ഇൽമുര മജ്ലിസ്, ഇൽമല്ലാത്ത വേറെ എന്തുകൂടെ ഫലക പറഞ്ഞിട്ടില്ല, ഇൽമല്ലാത്തതായ എന്തും കൂടെ ചർച്ചയാക്കിയിട്ടില്ല. ഒരാളെ ഗീബത്ത് ചെന്നില്ല, ഒരാളെ ഫിത്നാക്കിയിട്ടില്ല, ഒരാളെ കുടുംബ വിഷയം എടുത്തിട്ടില്ല, ഒരാളെ തേജോപ്പണാക്കിയിട്ടില്ല. അല്ലാഹുരെ പവിത്രമായിട്ടുള്ള ദീനുൽ ഇസ്ലാമൊരു മൂലമായിട്ടുള്ളതായ ഇൽമു അല്ലാഹുരെ നൂറായിത്തിക്കറ്, പ്രകാശായിത്തിക്കറ്. ആ ഇൽമൊരു മജ്ലിസായിത്തിക്കറ് ഈ മജ്ലിസ്. അതുകൊണ്ട് അല്ലാഹു ഇത് കബൂലാക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. അല്ലാഹുരെ മലായികത്തിങ്ങ ഇൽമൊരു മജ്ലിസിൽ സാന്നിധ്യം ഉള്ളാറിച്ചಂತೆ സ്വഹിയായിട്ടുള്ളതായ ചെമ്മ ഹദീസിലെ ഗ്രന്ഥത്തിൽ വന്ന വിഷയത്തിക്കർ മാത്രല്ല ആ ഇൽമുടെ മജ്ലിസിൽ അങ്ങ് അല്ലാഹുവൊട്ടിಗೆ പ്രാർത്ഥിക്കറാർ. അല്ലാഹുവേ, നീ പുറത്തു കൊടു റബ്ബേ, നീ തൗബ സ്വീകരിക്ക റബ്ബേ, അങ്ങളൊട്ടിಗೆ നീന് റഹ്മ കാട്ടു റബ്ബേ. ആ മലായികത്തിരെ പ്രാർത്ഥനല് ഞങ്ങൾ ഉൾപ്പെടും. അതുകൊണ്ട് സദസ്സര് ദൂരമുള്ളതായ പുറത്തുള്ളതായ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇൽമുരെ മജ്ലിസിക്ക് കടന്നിട്ട് വരും. ഈ പാവിത്രത നിങ്ങൾ കാപ്പാടും. ഇത്രത്തോളം രചിത്ത് തിരിച്ചു പോണ്ടതായ സന്ദർഭത്തിൽ അല്ലാഹു ഇത് സ്വീകരിച്ച നാളെയാണ് മരിച്ചെങ്കിൽ നിന്റെ ഖബറുക്ക്, നിന്റെ പാരത്രികമായിട്ടുള്ളതായ ലോകത്തുക്ക് ഇതൊരു മുതലെത്തിക്കര്, ഇതൊരു സാക്ഷിയെത്തിക്കര്. ചിലതായ ബിയാറത്തില് ഇത് തീരോടത്തോളം ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് വരും. ನಾನು സുദീർഘമായിട്ട് പ്രസംഗാക്കില്ല, സുദീർഘമായിട്ട് പ്രസംഗിക്കണായിട്ടുള്ളതായ ചെമ്മ ഹദീസുകളും ആയത്തുകളും ഹദീസിലെ വ്യാഖ്യാനങ്ങളും ആയത്തിലെ തഫ്സീറുകളും ഇസ്ലാമിക ചരിത്രങ്ങളും വിശദീകരിക്കണായതായിട്ടിക്കറ്. പക്ഷേ സമയത്തിന് അഭാവമായിട്ടിക്കറ്. സമയത്തിന് ഞങ്ങൾ വില കൊടുക്കും. ഖുർആൻ ഓതുന്നത് എത്ര വല്ല പ്രതിഫലർഹമായിട്ടിക്കർ, എത്ര കൂലിയുള്ള വിഷയത്തിക്കർ. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് അത് എത്ര വലിയ പവിത്രമായിട്ടുള്ളതായ ഗ്രന്ഥമായിട്ടിക്കർ.
ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമായിട്ടുള്ളതായ ഗ്രന്ഥ, മാനവ കുലത്തുക്ക് മാർഗദർശനമായിട്ടുള്ളതായ ഗ്രന്ഥ, ഖിയാമത്ത് നാൾത്തോളം നിലനിൽക്കുന്നതായ ആ ഖുർആനിലെ ഒരു അർഫുകാവട്ട്, ഒരു പുള്ളികാവട്ട്, ഒരു ഹർക്കത്തുകാവട്ട്, ഒരു കലിമത്തുകാവട്ട്, ഒരു ആയത്തുകാവട്ട്, ഒരു അധ്യായത്തുകാവട്ട്, എന്തൊരു മാറ്റമില്ലാതെ, ചേഞ്ചസ് ഇല്ലാതെ വെല്ലുവിളികൾ അതിജയിച്ചിട്ട് ഖിയാമത്ത് നാൾത്തോളം നിലനിൽക്കുന്നതായ ഗ്രന്ഥ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ. ഈ ഖുർആനിനെ ഇറക്കിയത് ഞങ്ങൾത്തിക്കർ അല്ലാഹു തആല ചൊല്ലുന്നു. അതേപോലെ ഈ ഖുർആനിന്റെ സംരക്ഷണ ഇതിനെ ഏറ്റെടുത്തതും ഞങ്ങൾത്തിക്കറ. ആ ഖുർആനിലെ വെല്ലുവിളി ഇണ്ടും പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ കണ്ടു. ഖുർആനിലെ ഒരു അർഫുക 10 വിധ ഹസനത്തെ തിക്ർ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ നിങ്ങൾ ഓതരു, ഖുർആൻ നിങ്ങൾ പാരായണ കരു. ആ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി, നാളെ പരലോകത്തിൽ പാരതീകമായിട്ടുള്ളതായ ലോകത്തിൽ ആ ഖുർആൻ വരും. എങ്ങനെ തിക്ർ ബണ്ടത്? ശഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾക്ക് റെക്കമെൻഡാക്കുക വേണായിട്ട്, നിങ്ങൾക്ക് റെക്കമെൻഡാക്കുക വേണായിട്ട്, നിങ്ങളെ കൂട്ടുകാരനായിട്ട്, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആ ഖുർആൻ നാളെ പരലോകത്തിൽ നിങ്ങളൊട്ടികയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ ഇറങ്ങിയതായ തിങ്കളായിത്തിക്കറ് 3-4 കോടി കഴിഞ്ഞിട്ടെങ്കില് ഞങ്ങളെ മുട്ട കടന്നു വേണ്ടത് പവിത്രമായിട്ടുള്ളതായ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ളതായ പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ ഞങ്ങൾക്ക് കടന്നു വേണ്ട ഖുർആൻ അവതരിച്ചതായ തിങ്കളായിത്തിക്കർ. അപ്പൊ ആ ചെന്നോണ്ട് വന്നത് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതായ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ മഹാന്മാരായ ഫുഖഹാക്കന്മാർ അങ്ങനെ ഫിഖ്ഹിലെ കിതാബിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടിരുന്ന ചെന്നിട്ടെങ്കില് ഉറങ്ങുറവന്റെ മുട്ട നിങ്ങ ഖുർആൻ ഓതിരണ്ട, അവന്റെ വർക്കുകൾ നിങ്ങൾ ഇഷ്ടപ്പാക്കിരണ്ട, അവനുക്ക് നിങ്ങ ബുദ്ധിമുട്ടാവുടേതായ രൂപത്തിൽ ഖുർആൻ പാരായണാക്കു ബുദ്ധീറ. അത്രക്കും സൂക്ഷ്മത പാലിക്കുക ഇത്തിക്കറ് ഫുഖഹാക്കന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ട്. അപ്പൊ അതുകൊണ്ടു നക്കതിര മഹത്വ പിടിയുന്ന സബുലു നാണ് സുദീർഘാക്കല്ല ഇൻഷാ അല്ലാഹ്. ഇത്രയും സമയത്തിന് ചെലവാക്കിത്ത്, ഇത്രയും നല്ല സമ്പത്തിന് ചെലവാക്കിത്ത്, അത് മാത്രല്ല ഈ നന്ദാവറ മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പള്ളിയുടെ ആഡളിത മണ്ഡലി ഒരിക്കലും അങ്ങനെ മറക്കുക സാധ്യമല്ല. ഇത്ര വലിയതായി ഒരു പ്രോഗ്രാം എത്ര സുലഭത്തില് ജാവും പോലും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട്, ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട്, ത്യാഗത്തിന് സഹിച്ചിട്ട്, അങ്ങനെ ആരോഗ്യത്തിന് ബല വെക്കാമാറ്, സമയത്തിന് ബല കൊടുത്തിട്ടു, അങ്ങനെ എല്ലാ പണിയും സൈഡ് വെച്ചിട്ട്, ഊണും ഉറക്കവും ഒളിച്ചിട്ട് കഷ്ടപ്പാടിന് മേൽ കഷ്ടപ്പാട് സഹിച്ചിട്ട് ഇത്ര നല്ല ഒരു പ്രോഗ്രാം സെറ്റപ്പാക്കിയ ഇവിടുത്തെ യൂത്ത് വിങ്ങിന്റെ ബാലക്കാർ ಅದಕ್ಕೆ വേനായിട്ടുള്ള പ്രോത്സാഹനം കൊടുത്താർ. അങ്ങവും കഠിന പരിശ്രമാക്കിയാർ. അല്ലാഹു അങ്ങ് തക്കതായ പ്രതിഫലം കൊടുത്തിട്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ നന്ദാവരത്ത് എത്ര പ്രോഗ്രാമായി തിക്കറ് നടന്നത്. ഒരു കാലത്ത് ഈ നന്ദാവരത്തെ വിഷയം അറിയാത്തങ്ങയില്ല. ഞങ്ങളെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, ലോകത്തിലെ പല ഭാഗത്തിലും ചർച്ചയായതും അതേപോലെ എഴുതി വെക്കാനായിട്ടുള്ളതായ ഒരു ചരിത്ര സംഭവമായി തിക്കറ് നന്ദാവരത്തിരത്. ഈ കണ്ടതായ സുന്ദരമായിട്ടുള്ളതായ പള്ളിಗೆ ജമാഅത്ത് ബറബ് പേടിയുന്നതായ ഒരു സന്ദർഭ. അതേപോലെ സലഫി ചെന്നിട്ടെങ്കില് കല്ലടിക്കുന്നതും തേജോപ്പനാക്കുന്നതും അവവേലനാക്കുന്നതും ഒഞ്ചിതച്ചിട്ട് കല്ലെറിയുന്നതും പരിഹാസാക്കുന്നതും എത്രത്തോളം ചെന്നെങ്കിലും മരിച്ചിട്ടെങ്കില് മയ്യത്തിരെ പോലും പള്ളിക്ക് കൊണ്ടുവരകൂ ബുടാത്തതായ ഒരു സന്ദർഭത്തില് ഈ നന്ദാവരത്ത് നിരന്തരമായിട്ട്
ത്യാഗത്തിന് മേൽ ത്യാഗ സഹിച്ചിട്ട് തൗഹീദിനെ ബലിച്ച പകരുകയായിട്ട് ആ കഷ്ടപ്പാട് സഹിച്ചതിന് ഫലമായിട്ട് അൽഹംദുലില്ലാഹ് ഈ നന്ദാവറ ചെല്ലുന്നതായ ജാഗല് സുന്ദരമായിട്ടുള്ളതായ അല്ലാഹുവിന്റെ ഭവന, അതേപോലെ സുന്ദരമായിട്ടുള്ളതായ മദ്രസ, അതേപോലെ സുന്ദരമായിട്ടുള്ളതായ ഈദ്ഗ മൈതാന, അതേപോലെ സുദീർഘമായിട്ട് സൗകര്യമുള്ളതായ ഖബർസ്ഥാന. അതുമാത്രല്ല ഈ നന്ദാവറത്തില് അല്ലാഹുവിന്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആൻ പഠിച്ചിട്ട് ഹിഫ്ളാക്കിയിട്ട് ഹാഫിളായിട്ട് ഉപരിപഠനത്തിന് വേനായിട്ട് ഉമറാബാദ് പോയിട്ട് പഠിച്ചിട്ട് അവിടെ ആലിം കോഴ്സ് പൂർത്തിയാക്കിയിട്ട് പിന്നെയും ഉപരിപഠനത്തിന് വേനായിട്ട് മദീന യൂണിവേഴ്സിറ്റിക്ക് പോയിട്ട് അവിടെയും തഖസ്സുസ് പഠിച്ചിട്ട് ആലിമായതായ ചരിത്ര ഇതിഹാസ ഈ നന്ദാവറത്ത് കൊണ്ടു. ഇതൊക്കെ വലിയൊരു ത്യാഗമായിട്ടിക്കര് ഞങ്ങളെ സഹോദര അബ്ദുറഹ്മാനും അയാളെ കുടുംബവും